حي على الفلاح. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി കുല്ലിഹിം അജ്മഈൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം രണ്ട് ലോകവും സന്തോഷമാക്കി തരട്ടെ. ആപത്ത് മുസീബത്തുകളിൽ നിന്ന് പടച്ചവൻ നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. മനുഷ്യ ശരീരത്തിൽ വ്യത്യസ്തങ്ങളായ അവയവങ്ങളുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ധാരാളം അവയവങ്ങൾ നിറഞ്ഞ ഏറ്റവും ശാസ്ത്രീയമായ രൂപത്തിൽ രൂപകൽപ്പന ചെയ്ത ഒരു ശരീരമാണ് മനുഷ്യൻ്റെ ശരീരം. നമ്മുടെ എല്ലാം ശരീരത്തിൽ പല രൂപത്തിലുള്ള ഉപയോഗങ്ങളുള്ള അവയവങ്ങളാണ്. എന്നാൽ ഏറ്റവും പ്രാധാന്യമുള്ള മനുഷ്യ ശരീരത്തിലെ അവയവമെന്ന് പറയുന്നത് ഹൃദയമാണ്. ഹൃദയത്തിന് ശരീരത്തിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും വലിയ സ്ഥാനമുണ്ട്. ഹൃദയത്തിൻ്റെ വേദനകളാണ് പലപ്പോഴും പലരും പങ്കുവെക്കാറുള്ളത്. അതിൻ്റെ നൊമ്പരങ്ങളും പ്രയാസങ്ങളുമാണ് ഷെയർ ചെയ്യപ്പെടാറുള്ളത്. എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ അത് വല്ലാത്തൊരു വേദനയായിപ്പോയി എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഹൃദയം എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരിടമാണ്. അതോടൊപ്പം തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ലോലമായ സ്ഥലവും ഹൃദയമാണ്. ഏതവയവങ്ങൾ എടുത്തു നോക്കിയാലും ഹൃദയത്തോളം ലോലമായി കിടക്കുന്ന ഒരിടം മറ്റൊരിടമില്ല. അതുകൊണ്ടാണ് പടച്ചവൻ നാളെ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന സ്ഥലം അതിനെപ്പറ്റി പരിചയപ്പെടുത്തേണ്ടത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ഹുമസയുടെ അവസാന ഭാഗത്ത് കാണാം, അവരെ ഹൃദയങ്ങളെ കടന്നു പിടിക്കുന്ന ശിക്ഷയാണ് ബാധിക്കുക എന്ന്. എന്തിനാണ് അങ്ങനെ പരാമർശിച്ചത്? അവിടെ പണ്ഡിതന്മാർ കാരണം പറയുന്നത് കാണാം. ഹൃദയത്തോളം ലോലമായൊരു ഇടം മനുഷ്യ ശരീരത്തിൽ വേറെ ഇല്ല എന്നാണ് അതിനർത്ഥം. ലോലമായ ഇടത്തിൽ വേദനിക്കുമ്പോൾ അത് മറ്റുള്ള ഇടങ്ങളിൽ വേദനിക്കുന്നതിലേറെ പ്രയാസം അനുഭവപ്പെടും. നമ്മുടെ ശരീരത്തിൽ തന്നെ ബാഹ്യമായൊരു പ്രദേശത്തൊരു ടെസ്റ്റ് നടത്തി നോക്കാം. നല്ല ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സൂചി കൊണ്ട് ഒന്ന് സ്പർശിച്ചാൽ അതൊരു പക്ഷേ അറിയുക പോലുമില്ല. എന്നാൽ അത്രയൊന്നും ഉറപ്പില്ലാത്ത ലോലമായി കിടക്കുന്ന, ഉദാഹരണത്തിന് കൈവെള്ളയിലൊക്കെ മെല്ലെ കുത്തി നോക്കിയാൽ അതൊക്കെ കൂടുതൽ വേദനിക്കും. ഇതാണ് ലോലമായ സ്ഥലത്തിൻ്റെ പ്രത്യേകത. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ലോലമായ ഇടം അത് ഹൃദയമാണ്. അതുകൊണ്ടാണ് പടച്ച റബ്ബ് ശിക്ഷയെപ്പറ്റി പറയുമ്പോൾ ആ രൂപത്തിൽ സംസാരിച്ചത്. ഹൃദയത്തെപ്പോലും കടന്നുപിടിക്കുന്ന ശിക്ഷയാണ് എന്ന്. അക്കാരണം കൊണ്ട് തന്നെ അവിടെ ശിക്ഷിക്കപ്പെടുമ്പോൾ ആ ഹൃദയം കത്തുന്ന സമയത്ത് അയാൾ കിടന്ന് നിലവിളിക്കും. മരണമില്ലാത്ത ഒരു ലോകത്ത്, മരണത്തെ തീർത്തും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന നരകലോകത്ത് ഈ മനുഷ്യ ശരീരത്തിൽ ജീവൻ നിലനിൽക്കെ അയാളെ ഹൃദയം കത്തിക്കുമ്പോൾ കിടന്ന് സഹിക്കാൻ കഴിയാതെ നിലവിളിക്കുമെന്നാണ് ആ പറഞ്ഞതിനർത്ഥം. നാം പറഞ്ഞു വരുന്നത് ഏറ്റവും ലോലമായൊരു ഇടമാണ് ഹൃദയം. ശരീരത്തിൻ്റെ കേന്ദ്രമായി അറിയപ്പെടുന്ന ആ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ അവയവങ്ങളിലേക്കുമുള്ള ഊർജവും മെസ്സേജും എല്ലാം ഷെയർ ചെയ്യപ്പെടുന്നത്. ഹൃദയത്തിൻ്റെ തോന്നലുകളാണ്
ഓരോ അവയവങ്ങളെയും പല പ്രവൃത്തിയിലും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹൃദയത്തിൽ നന്മ വിളയിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കടപ്പാട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നന്മ കുടിയിരിക്കുകയാണെങ്കിൽ ആ നന്മയുടെ ഒരു ഭാഗം എൻ്റെ കണ്ണുകളിലുണ്ടാവും. അങ്ങനെ വരുമ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് മുഴുവനും നല്ലതായിരിക്കും. എൻ്റെ കാതുകളിലുണ്ടാകും, കേൾക്കുന്നത് നല്ലതായിരിക്കും. നാക്കിലേക്ക് വരും, ആ സമയം സംസാരിക്കുന്നത് നല്ലതായിരിക്കും. കൈകളിലും കാലുകളിലുമൊക്കെ നല്ല മെസ്സേജുകൾ വരുമ്പോൾ അതിലൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള ന്യൂസുകളിലേക്ക് പലപ്പോഴും നമ്മൾ കണ്ണോടിച്ചാൽ, ദിനേന വായിച്ചു തള്ളുന്ന ന്യൂസുകളിൽ ഈ പറയപ്പെട്ട നല്ല മെസ്സേജുകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. കാരുണ്യമുള്ള ഹൃദയങ്ങൾ, ആ ഹൃദയത്തിൽ നിന്നാണ് പരോപകാരം വരിക. മനുഷ്യൻ എന്ന നിലക്ക് എൻ്റെ സഹജീവിയോട് ഞാൻ സ്നേഹം പ്രകടിപ്പിക്കണം. എത്രയോ ആളുകളെ നമുക്ക് കാണാം, അവൻ്റെ ജാതിയല്ലാതിരുന്നിട്ട് പോലും, അവൻ്റെ വർഗമല്ലാതിരുന്നിട്ട് പോലും സഹായം കൊടുത്തും കൈപിടിച്ചും ആവശ്യമുള്ള സ്നേഹം നൽകിയുമൊക്കെ കരകയറ്റിക്കൊണ്ടുപോകുന്ന സ്നേഹമുള്ള ഹൃദയങ്ങൾ, നല്ല നല്ല നന്മയുടെ പ്രതീകങ്ങൾ. അത് നല്ല ഹൃദയത്തിൽ നിന്ന് വരുന്ന മെസ്സേജാണ്. സ്വാഭാവികമായും ഇതാഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല. നല്ലത് കൊതിക്കാത്തവരാരാണ്? എന്നാൽ അപ്രകാരം തന്നെ ദിനേനയുള്ള മാധ്യമങ്ങളും ന്യൂസുകളും എടുത്ത് നോക്കിയാൽ എത്രയോ വാർത്തകൾ അപ്പുറത്ത് മറിച്ചുള്ളതും കാണാൻ പറ്റും. ആക്രമിച്ചത്, പീഡിപ്പിച്ചത്, പിടിച്ചുപറിച്ചത്, കൊല നടത്തിയത്, ഇങ്ങനെ തുടങ്ങിയിട്ട് പല രൂപത്തിലുള്ള മെസ്സേജ്. അതെല്ലാം മനുഷ്യഹൃദയത്തിൽ നിന്ന് വരുന്ന മെസ്സേജുകളുടെ ഫലമാണ്. എൻ്റെ കൈകളിലേക്ക് ഹൃദയത്തിൽ നിന്ന് വരുന്ന മെസ്സേജ് സ്വാഭാവികമായും വരുന്നത് തൊട്ടടുത്ത് കാണുന്ന ഒരാളെ കഴുത്ത് ഞെരിച്ചു കൊല്ലണമെന്നാണെങ്കിൽ എൻ്റെ കൈകളത് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ഹൃദയത്തിനൊരു നന്മയുടെ വശവുമുണ്ട്, ചീത്തയുടെ വശവുമുണ്ട് എന്നർത്ഥം. സർവ്വ മെസ്സേജുകളും അവയവങ്ങളിലേക്ക് വരുന്നതിലും അപ്രകാരം നമുക്ക് വായിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഈ ഹൃദയത്തിൽ നന്മകൾ നിറക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ചുമതല. എൻ്റെ വീടിൻ്റെ മുകളിൽ നിൽക്കുന്ന വാട്ടർ ടാങ്കുണ്ട്. ആ വാട്ടർ ടാങ്കിൽ നിന്നാണ് അടുക്കളയിൽ വെള്ളം കിട്ടുന്നത്, സിറ്റൗട്ടിലുള്ള ടാപ്പിൽ വെള്ളം കിട്ടുന്നത്, ബാത്റൂമിൽ വെള്ളം കിട്ടുന്നത്, എല്ലാം ആ ടാങ്കിൽ നിന്നാണ്. ആ ടാങ്ക് വൃത്തിയാകുന്ന കാലത്തോളം നല്ല ശുദ്ധജലം എല്ലായിടത്തും കിട്ടും. എന്നാൽ ഏതെങ്കിലും ഒരു വികൃതിയുള്ള പയ്യൻ കയറിയിട്ട് ആ ടാങ്കിൽ കുറച്ച് ചളി കലക്കിയാൽ, മലിനമായത് വല്ലതും നിക്ഷേപിച്ചാൽ അടുക്കളയിൽ കിട്ടുന്നതും മലിനജലമായിരിക്കും, സിറ്റൗട്ടിലും ബാത്റൂമിലൊക്കെ ലഭിക്കുന്നതും മലിനജലമായിരിക്കും. ഇതുപോലെ നമ്മുടെ ശരീരത്തിലെ വാട്ടർ ടാങ്കാണ് ഹൃദയം, എല്ലായിടത്തേക്കും സപ്ലൈ ചെയ്യുന്ന ഇടം. അതിൽ നിന്ന് നല്ല മെസ്സേജുകൾ വരാത്ത കാലത്തോളം ഞാൻ ദുശ്ചൈതികളുടെ പ്രതീകമായി മാറും. അതുകൊണ്ടാണ് പരിശുദ്ധരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി അവിടുത്തെ അനുചരനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പരാമർശിക്കുന്നത്, സമഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, തിരുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ തിരുനബി പറയുന്നത്? അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ, അറിയണേ ജനങ്ങളെ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസക്കഷ്ണമുണ്ട്. എന്താണ് ആ മാംസക്കഷ്ണത്തിൻ്റെ പ്രത്യേകത? ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലു, ആ മാംസക്കഷ്ണം ശരിയാണെങ്കിൽ, നല്ലതാണെങ്കിൽ ശരീരം മുഴുവനും നന്നാകും. വ ഇതാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ആ മാംസക്കഷ്ണം മലിനമായാൽ ശരീരം മുഴുവനും മലിനമാകും എന്ന് പറഞ്ഞു നിർത്തിയിട്ട് തിരുനബി വിശദീകരിക്കുകയാണ്, അലാ അറിയണേ വഹിയൽ ഖൽബ്, ആ പറയപ്പെട്ട മാംസക്കഷ്ണമാണ് ഹൃദയം എന്നറിയപ്പെടുന്നത്. ഹൃദയം എപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കണം. നമ്മുടെ ശരീരത്തിൽ പടച്ചവൻ നമ്മെ പടക്കുന്ന സമയത്ത് A4 ഷീറ്റ് പോലെ ഒരു വൃത്തികേടുമില്ലാത്ത വളരെ ക്ലിയറായ ഒരു പേപ്പർ പോലെ നിക്ഷേപിച്ചു തന്നതാണ് നമ്മുടെ ഹൃദയം. ആ ഹൃദയത്തിൽ നമ്മുടെ ചെയ്തികളും നമ്മുടെ ഓരോ ചിന്തകളും പ്ലാനിങ്ങുകളും ഒക്കെ പലപ്പോഴും കറുത്ത പുള്ളികളായി വീണ് അവസാനം ഒരു നല്ലതുപോലും, ഒരു വെളുത്ത ഭാഗം പോലും അവശേഷിക്കാത്ത പോലെ
ചിലരുടെയൊക്കെ ഹൃദയങ്ങൾ കറുത്തിരുണ്ടു പോകാറുണ്ട്. പടച്ചവൻ കാത്തു രക്ഷിക്കട്ടെ. നല്ലോണം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയം തൂവെള്ള ഹൃദയമായി മാറണം. അതിനെന്തു വഴിയുണ്ട്? ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഹൃദയം ശുദ്ധമായി മാറണം. ശരീരത്തിൻ്റെ സർവ്വഭാഗങ്ങളിലേക്കും മെസ്സേജ് കൈമാറേണ്ട, എൻ്റെ അവയവങ്ങൾ കൊണ്ട് നന്മകൾ പ്രവർത്തിപ്പിച്ചെടുക്കേണ്ട എൻ്റെ ഹൃദയം അത് ശുദ്ധമാകാൻ അതിനെന്തു പോംവഴിയുണ്ട് എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. ആദ്യമായി തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ അതിനുള്ള കാരണങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഒന്നാമതായി നിർദ്ദേശിക്കുന്നത്, ഹൃദയം ശുദ്ധമാകണമെങ്കിൽ പ്രധാനമായും പല കാരണങ്ങൾ അവർ പറയുന്നതിൽ ഒന്ന്, എൻ്റെ മനസ്സിൽ നല്ല വിശ്വാസം കാത്തു സൂക്ഷിക്കണം. പരിശുദ്ധ ഖുർആനിൽ പലയിടത്ത് അല്ലാഹു തആല പരാമർശിച്ചിട്ടുണ്ട്, ഖദ് അഫ്ലഹ മൻ തസക്ക, ഹൃദയം ശുദ്ധീകരിക്കുന്നവൻ വിജയിക്കുമെന്നാണ്. മറ്റൊരിടത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നവൻ വിജയിച്ചിട്ടുണ്ട് എന്ന്. ഈ പരാമർശങ്ങളൊക്കെ നമ്മെ നടത്തുന്നത് എവിടേക്കാണ്? ഒന്നാമതായി എൻ്റെ മനസ്സിൽ ഞാൻ വിശ്വസിക്കേണ്ട, ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതെല്ലാം നല്ല രൂപത്തിലുള്ള വിശ്വാസമായിരിക്കണം. എൻ്റെ പടച്ചവൻ, ആ പടച്ചവനിലാണ് എൻ്റെ ആദ്യത്തെ വിശ്വാസം വരേണ്ടത്. ആ പടച്ചവനെ പറ്റിയുള്ള വിശ്വാസം ക്ലിയറാകണം. എങ്കിലേ എൻ്റെ ഹൃദയത്തിലെ ഒന്നാമത്തെ ഭാഗം ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. പടച്ചവൻ ആരാണെന്ന് ഉൾക്കൊള്ളുകയും ആ പടച്ചവനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുകയും അവനുള്ള തീർത്താൽ തീരാത്ത വിശ്വാസം അതെൻ്റെ മനസ്സിലുണ്ടാകണം. അതോടൊപ്പം നിർബന്ധമായും വിശ്വസിക്കേണ്ട പല രൂപത്തിലുള്ള മറ്റു കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വിശ്വാസമെന്ന രൂപത്തിൽ എൻ്റെ മനസ്സിൽ കൃത്യമായി രൂപപ്പെടണം. അതാണ് ഒന്നാമത്. ചീത്ത വിശ്വാസമാണെങ്കിൽ സ്വാഭാവികമായും ഞാൻ ശൈത്താൻ്റെ, പിശാച്ചിൻ്റെ പ്രതീകമായി എൻ്റെ ഉള്ളിൽ ചീത്ത വിശ്വാസത്തിൻ്റേതായി വരുന്ന പ്രതിഫലനങ്ങൾ ഉണ്ടാകും. അതെൻ്റെ വാക്കുകളിൽ വരും, എൻ്റെ കാതുകളിൽ വരും, എൻ്റെ കണ്ണുകളിൽ വരും. നേരെ മറിച്ച് നല്ല വിശ്വാസമാണ് ഉള്ളിലുള്ളത് എങ്കിൽ അതിൻ്റേതായ പ്രചോദനങ്ങളെ അവയവങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ. ഒന്നാമത് വിശ്വാസം നന്നാകണം. രണ്ടാമത്തേത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ചീത്ത വിശ്വാസങ്ങൾ, ചീത്ത ചിന്തകൾ അതെൻ്റെ മനസ്സിൽ നിന്ന് അകറ്റി നിർത്തണം. ചീത്ത വിശ്വാസങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല വിശ്വാസങ്ങൾക്കു പകരം അവിടെ അവിശ്വാസങ്ങൾ കുടിയിരുന്നാൽ അത് ചീത്ത വിശ്വാസങ്ങളാണ്. പടച്ചവനെപ്പറ്റി വിശ്വസിക്കേണ്ടതല്ലാത്തത് വിശ്വസിച്ചാൽ അത് ചീത്ത വിശ്വാസങ്ങളാണ്. തിരുനബിയെപ്പറ്റി ഉൾക്കൊണ്ടേണ്ടതല്ലാത്തത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് ചീത്ത വിശ്വാസമാണ്. ഇങ്ങനെ തുടങ്ങി വിശ്വാസം എൻ്റെ മനസ്സിലേക്ക് ഒരിക്കലും കയറിക്കൂടാൻ പാടില്ല. അങ്ങനെ ചീത്ത വിശ്വാസം കയറിക്കൂടിയാൽ സ്വാഭാവികമായും തെറ്റായ ചിന്തകൾ എൻ്റെ മനസ്സിൽ വളരും. ആ തെറ്റായ ചിന്തകൾ പലപ്പോഴും യഥാർത്ഥ വിശ്വാസത്തിൻ്റെ വഴിയിൽ നിന്ന് വരെ എന്നെ തെറ്റിച്ചു കളയും. വിശ്വാസമില്ലെങ്കിൽ ഒരു മനുഷ്യൻ തകർന്നടിയും, അയാൾ ശിക്ഷാലോകത്ത് ചെന്ന് ആപ്പതിക്കുമെന്നുള്ളത് ഉറപ്പാണല്ലോ. വിശ്വാസത്തിൻ്റെ കണികയുണ്ടെങ്കിൽ എത്ര തെറ്റു ചെയ്തവനാണെങ്കിലും ഒരു പക്ഷേ നന്നാകാൻ, അയാൾ രക്ഷപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. നേരെ മറിച്ച് വിശ്വാസമില്ലെങ്കിൽ അയാൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടും. അത് കാലാകാലം ശിക്ഷിക്കപ്പെടുന്ന വകുപ്പായിരിക്കും. പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. പറഞ്ഞു വന്നത്, അപ്പം തെറ്റായ ചിന്തകൾ മനസ്സിൽ വരുന്നത് പലപ്പോഴും വേണ്ടാത്ത വിശ്വാസങ്ങളുടെ ഫലമാണ്. അപ്പം വേണ്ടാത്ത വിശ്വാസങ്ങളിൽ നിന്ന് മാറി നല്ല വിശ്വാസങ്ങൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കുടിയിരിക്കണം എന്നതാണ് ഈ പറഞ്ഞതിനർത്ഥം. രണ്ടാമത്തേത്, ഈ വിശ്വാസത്തിന്, മനസ്സിൽ സൂക്ഷിച്ച വിശ്വാസത്തിന് വെളിച്ചമേകുന്ന രൂപത്തിൽ എൻ്റെ ഹൃദയത്തിലുള്ള വിശ്വാസത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഹൃദയത്തിന് കരുത്തു പകരണം. എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു വിശ്വാസവും പുറമേക്ക് പ്രകടിപ്പിക്കുന്നത് മറ്റൊന്നുമായി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവൻ്റെ പേരാണ് കപടവിശ്വാസി എന്നുള്ളത്. അതുണ്ടാകാൻ പാടില്ല. കപടവിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ നഷ്ടമാണ് ഒരാൾക്ക്. ഏതിലും വിശ്വാസമില്ലാത്തൊരവസ്ഥ എന്നർത്ഥം. എൻ്റെ മനസ്സിൽ ഒരു വിശ്വാസം വെക്കുക, അതിന് ഘടകവിരുദ്ധമായി എൻ്റെ വാക്ക് പറയുക, അതല്ലെങ്കിൽ ഞാൻ കേൾക്കുക, അതുമായി സഹകരിക്കുക, ഇതാണ് കപടവിശ്വാസം. പടച്ചവനെപ്പറ്റി എൻ്റെ മനസ്സിലൊരു വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് വരേണ്ടത്.
അപ്പോൾ ഉള്ളിലുള്ള വിശ്വാസത്തിന് വെളിച്ചമേകുന്ന നാക്കുകൊണ്ടുള്ള സംസാരങ്ങൾ ഉണ്ടാകണം. അതുപോലുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ ശരീരത്തിൽ നിന്ന്, അവയവങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരണം. അപ്പോഴാണ് വിശ്വാസത്തിന് മാറ്റു വർദ്ധിക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുന്നയാളുടെ നാവിൽ നിന്ന് വരേണ്ടത് നല്ല സംസാരമാണെന്നർത്ഥം. കാതുകൊണ്ട് കേൾക്കേണ്ടത് നല്ല വാക്കുകളായിരിക്കണം. അയാൾ ഏർപ്പെടുന്ന പ്രവർത്തികൾ പടച്ചോൻ പൊരുത്തപ്പെടുന്നതാകണം. അപ്പോഴേ ആ പ്രവർത്തനങ്ങളുടെ വിശുദ്ധി എൻ്റെ ഹൃദയത്തിലുള്ള വിശ്വാസവുമായി കൂടിക്കലർന്നിട്ട് അതിന് മാറ്റു വർദ്ധിക്കുകയുള്ളൂ. ഇതല്ലെങ്കിൽ കപടവിശ്വാസത്തിലേക്ക് ഞാൻ ആപതിച്ചു പോകും. അപ്രകാരം ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ നിയന്ത്രാവായ പടച്ചവനെ പറ്റിയുള്ള പേടി വേണം. പടച്ചവൻ ഏറ്റവും വലിയ സഹനമുള്ളവനാണ്. എൻ്റെ എല്ലാ ചെയ്തികളും ഏത് സമയത്തും വീക്ഷിക്കുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എൻ്റെ പടച്ചവനായ റബ്ബ്, അവനെപ്പറ്റി എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു പേടിയുമില്ലാതെ ഞാൻ എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ല എന്നൊരു ധൈര്യമുണ്ടാകാൻ പാടില്ല. മറിച്ച് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വർറജാ, പേടിയും വേണം, പ്രതീക്ഷയും ഉണ്ടാകണം. പടച്ചവനെപ്പറ്റി ഞാൻ അവിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ, എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചാൽ അക്കാരണം കൊണ്ട് ഞാൻ ശിക്ഷിക്കപ്പെടുമല്ലോ എന്ന ഒരു പേടി എപ്പോഴും അത് അയാളുടെ ജീവിതത്തെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായി ആ പേടി ഹൃദയത്തിലുണ്ടാകുമ്പോൾ നന്മയിലേക്കുള്ള പ്രചോദനം വരും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള മനസ്സിൻ്റെ ഒരു പാകപ്പെടുത്തൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം നല്ല വിശ്വാസവും ആ വിശ്വാസങ്ങൾക്ക് പ്രചോദനമാകുന്ന കർമ്മങ്ങൾ കൊണ്ട് ശരീരത്തെ പരമാവധി മോഡിഫൈ ചെയ്യുകയും ചെയ്യലാണ്. 2 മാർഗങ്ങൾ. മൂന്നാമത്തതൊന്ന്, എൻ്റെ ഹൃദയത്തിലുള്ള വിശ്വാസവും എൻ്റെ ഹൃദയവും ശുദ്ധമാകണമെങ്കിൽ ബാഹ്യമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ധാരാളം ആരാധനകളുണ്ട്. ആ ആരാധനകളിൽ വലിയ താല്പര്യത്തോടെ അതിനെ ശീലമാക്കി കൊണ്ടുവരണം. മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിച്ച് തരുന്നുണ്ട്. നിസ്കാരവും ഖുർആൻ പാരായണവും നോമ്പ്, അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല നല്ല പ്രവർത്തികൾ അത് സ്വാഭാവികമായും എൻ്റെ വിശ്വാസത്തെ, എൻ്റെ ഉള്ളിലുള്ള ഹൃദയത്തെ അത് ശുദ്ധീകരിച്ചു തരും. കാരണം ഏതു സമയം നിസ്കരിക്കണം എന്നൊരു ചിന്ത വരുമ്പോൾ അതെൻ്റെ ഹൃദയത്തെ ബാധിച്ചു കൊണ്ടിരിക്കും. ഈ നിസ്കരിക്കുന്നത് എൻ്റെ പടച്ചവന് വേണ്ടിയാണല്ലോ എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തെ പടച്ചവനിലേക്ക് ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ ഉള്ളിൽ നന്മ വിളയും. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആർദ്രത വരുമ്പോൾ, പ്രയാസമനുഭവിക്കുന്ന ഒരു സഹജീവിയെ ഞാൻ കാണുമ്പോൾ അയാളെ സഹായിക്കാൻ എൻ്റെ കൈകൾ വരുമ്പോൾ, അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ എൻ്റെ നാക്കുകളുണ്ടാകുമ്പോൾ അതെൻ്റെ ഹൃദയത്തിൻ്റെ ശുദ്ധിയായി പുറത്തേക്ക് വരും. അപ്പോൾ മൂന്നാമത് ചെയ്യേണ്ടത് ആ ഒരു കർമ്മമാണ് സേവന നിരതനാവുക എന്നർത്ഥം. അത് പടച്ചവന് വേണ്ടിയുള്ളതും പടപ്പുകൾക്ക് വേണ്ടിയുമുള്ള സുഹൃതങ്ങളിൽ നിരതനാവുമ്പോൾ അതിൻ്റെ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ കൂടുതൽ കടന്നു പിടിക്കും. ഇതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. മറ്റൊന്ന്, എൻ്റെ മനസ്സ് ക്ലിയറാകാൻ ഏറ്റവും ഉപയോഗപ്പെടുന്ന മറ്റൊന്നാണ് നല്ല സഹവാസം, നല്ലവരോടുള്ള സഹവാസം എന്നുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അസ്സുഹ്ബത്തു മുഅസ്സിറ എന്നാണ്. സഹവാസം സ്വാധീനം ചെലുത്തും എന്നാണ് അതിൻ്റെ താല്പര്യം. ഞാൻ ആരോടാണോ സഹവസിക്കുന്നത് അവരുടെ സ്വഭാവങ്ങളും അവരുടെ ചെയ്തികളും അവരുടെ ഉള്ളിൽ കിടക്കുന്ന എന്തൊക്കെ ആശയങ്ങളുണ്ടോ അത് എന്നിലേക്കും ബാധിച്ചു കൊണ്ടിരിക്കും. എൻ്റെ ആ കൂട്ടുകാരൻ നല്ലവനാണെങ്കിൽ സ്വാഭാവികമായും അവരുടെ ഹൃദയവിശുദ്ധി എന്നിലേക്ക് കൂടെ പകർന്നുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മർഉ അലാ ദീനി ഖലീലി, ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ ആശയത്തിൻ്റെ മേലിലായിരിക്കും എന്നാണ്. അതുകൊണ്ട് ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരോട് സഹവസിക്കണമെന്ന് ഓരോരുത്തരും ആലോചിക്കണം. എൻ്റെ നാട് വിറപ്പിക്കുന്ന റൗഡികളുണ്ടാവും. ആ റൗഡികളുടെ മനസ്സിൻ്റെ ഉള്ളു പലപ്പോഴും വികൃതമായതുകൊണ്ടാണ് അവർ നാട് വിറപ്പിക്കുന്നത്, നാട്ടുകാർക്ക് തലവേദനയാകുന്നത്. ഞാൻ അവരോടൊപ്പം സഹവസിക്കുകയാണോ, സ്വാഭാവികമായും അതിൻ്റെ അനന്തര ഫലങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്കും വരും. ഞാനും ഒന്നാം തരം ഒരു റൗഡിയാകും. നേരെ മറിച്ച് നാടിൽ നന്മ വിളയിക്കുന്ന നല്ല മനുഷ്യരുണ്ട്,
അവരോടൊപ്പം ഞാൻ പങ്കാളികളാകുമ്പോൾ, അവരോടൊപ്പം സഹവസിക്കുമ്പോൾ സ്വാഭാവികമായും ആ ഒരു വിശുദ്ധി എന്നിലേക്കും കടന്നു വരും. ഇതാണ് നാലാമതായി ചെയ്യേണ്ടത്, നല്ല സഹവാസം. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അഞ്ചാമതായി, ഹൃദയവിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ, ഹൃദയം നന്നാകണമെങ്കിൽ ഏത് സമയത്തും മനമുരുകിയുള്ള പ്രാർത്ഥന വേണം. കാരണം ഹൃദയം നന്നാക്കി തരേണ്ടതും അതിലേക്ക് നല്ല കാര്യങ്ങളൊക്കെ സന്നിവേശിപ്പിച്ചു തരേണ്ടവൻ പടച്ചവനാണ്. നല്ല ചിന്തകൾ കൊണ്ട് എൻ്റെ ഹൃദയം മൂടി വരുമ്പോൾ ചീത്ത ചിന്തകൾക്ക് ഹൃദയത്തിൽ സ്ഥാനമുണ്ടാവുകയില്ല, അത് അകന്നു പോകും. അതിനുവേണ്ടി ഹൃദയം ശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിനേനയുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ തരംതിരിക്കുന്ന മറിക്കുന്ന പടച്ചവനെ, സ്വരിഫ് ഖുലൂബന അലാ ത്വഅതിക്, നിൻ്റെ ആരാധനയിലേക്ക് ഞങ്ങളെ മനസ്സുകളെ നീ തിരിച്ചു തരണേ എന്ന് നിബിതങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ മറ്റൊരു പ്രാർത്ഥന കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമ, പടച്ചോനെ ഏറ്റവും സുരക്ഷിതമായ നന്മയുള്ള ഹൃദയം ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. വ അസ്അലുക ലിസാനൻ സ്വാദിക, നല്ലതു പറയുന്ന നാവിനെയും ഞാൻ നിന്നോട് ചോദിക്കുകയാണെന്ന് തിരുനബിയുടെ നിത്യപ്രാർത്ഥനയാണ്. നമ്മളും ഇതൊക്കെ ചേർത്തു പിടിക്കുക. പ്രാർത്ഥനയിലൂടെ നേടാത്ത കാര്യങ്ങളില്ല. ഹൃദയവിശുദ്ധി, അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് തിരിച്ചറിയുക. അതിനുവേണ്ടി കർമ്മനിരതരാവുക. റബ്ബ് തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حي